കുറച്ച് ദിവസം മുന്നേ സെൻറ്റാങ്കിൾ ആർട്ട് ചെയ്തൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ വന്നൊരു കമൻ്റാണ് ഫ്ലവർ പാറ്റേണിൽ വരുന്ന സെൻറ്റാങ്കിൾ ആർട്ട് ചെയ്യുമെന്ന്. അങ്ങനെ ഒരാൾ പറയുമ്പോൾ നമ്മളെങ്ങനെയാണ് ചെയ്യാണ്ടിരിക്കുക? അപ്പോൾ ഇന്നത്തെ വീഡിയോ ആ കമൻ്റ് ഇട്ടിട്ടുള്ള ആൾക്കാണേ. ഏത് ഫ്ലവർ എടുത്തിട്ട് വരയ്ക്കണം എന്ന് ആലോചിച്ചപ്പോൾ വലിയ കൺഫ്യൂഷൻസ് ഒന്നും വന്നില്ല. നമ്മളുടെ ദേശീയ പുഷ്പമായിട്ടുള്ള താമര തന്നെ ആയിക്കോട്ടെ ഈ പ്രാവശ്യം അങ്ങ് വിചാരിച്ചു. ഒന്നും രണ്ടും താമരയൊന്നുമല്ല, വിരിഞ്ഞതും പകുതി വിരിഞ്ഞതും മൊട്ടിട്ടതുമായിട്ടുള്ള ഒരുപാട് താമരകൾ നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. ഇനി സെൻറ്റാങ്കിൾ ആർട്ട് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആവണമെങ്കിൽ, നിങ്ങളുടെ കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്നാണെങ്കിൽ ഈ ഒരു ആർട്ട് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും അത് യൂസ്ഫുൾ ആവും. അതായത് ഈ താമരൻ്റെ ഉള്ളിൽ നിങ്ങൾ ഓരോ വര വരയ്ക്കുന്ന സമയത്തും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ മൈൻഡ് ഇങ്ങനെ കാമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിത് വെറുതെ പറയുന്നതല്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നാം. പക്ഷെ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി മാറ്റിയൊക്കെ റെഡി ആണെങ്കിൽ ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞു തീരുമ്പോഴേക്കതേ നമ്മളുടെ സെൻറ്റാങ്കിൾ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ലൈക്കും ഷെയറും കമൻറ്റൊന്നും മറക്കണ്ട.